Good morning students. In mobile communication, module 1 and 2 completed ആണ്. Next module 4 start ചെയ്യാം. Compared to module 3, module 4 വളരെ ചെറിയൊരു module ആണ്. അതിൽ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും ബ്ലൂടൂത്ത് ടെക്നോളജി ആൻഡ് IEEE 802.15 ടെക്നോളജീസ് ആണ്. അതിൻ്റെ കുറച്ച് ആർക്കിടെക്ചേഴ്സ് ആപ്ലിക്കേഷൻസ് മാത്രമാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു 5-6 ക്ലാസ് കൊണ്ട് നമുക്ക് ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. സോ ഫസ്റ്റ് മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാം. ബ്ലൂടൂത്ത് ആൻഡ് IEEE 802.15. ഓക്കെ, ദെൻ വാട്ട് ഈസ് ബ്ലൂടൂത്ത്? എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ബ്ലൂടൂത്ത്. എന്താണ് ബ്ലൂടൂത്ത്? ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒരു വയർലെസ് ടെക്നോളജി സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഡാറ്റ ഷെയറിങ് ചെയ്യണമെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സപ്പോർട്ടഡ് ഡിവൈസ്, ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെ ആയിക്കോട്ടെ, അതിലൊരു മൈക്രോ ചിപ്പ് ഉണ്ടായിരിക്കും. ആ മൈക്രോ ചിപ്പാണ് ഷോർട്ട് റേഞ്ചിൽ ഒരു റേഡിയോ ഹുക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹുക്കപ്പ് മീൻ കണക്ഷൻ. ഓക്കെ, അപ്പോൾ ബ്ലൂടൂത്ത് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ബ്ലൂടൂത്ത് ഓൺ ചെയ്യും. ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ മൈക്രോ ചിപ്പ് ഓൺ ആവും. സോ ഈ മൈക്രോ ചിപ്പാണ് ഷോർട്ട് റേഞ്ചിൽ റേഡിയോ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ട്രാൻസ്ഫർ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സപ്പോർട്ട് ലോ പവർ യൂസേജ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ് എ യൂണിവേഴ്സൽ ഷോർട്ട് റേഞ്ച് വയർലെസ് കപ്പബിലിറ്റി. ഓക്കെ, ദെൻ രണ്ട് ഡിവൈസ് തമ്മിൽ ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഡാറ്റ ഷെയറിങ് ചെയ്യണമെങ്കിൽ മിനിമം 10 മീറ്റർ കവറേജ് ഏരിയയിൽ ആ ഡിവൈസസ് പ്ലേസ് ചെയ്തിരിക്കണം. ഓക്കെ, 10 മീറ്ററിന് ഔട്ട്സൈഡിലാണെങ്കിൽ ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഡാറ്റ ഷെയറിങ് പറ്റില്ല. ഓക്കെ, ഷോർട്ട് റേഞ്ച് ആണ്, മാക്സിമം 10 മീറ്റർ മാത്രമേ അത് സപ്പോർട്ട് ചെയ്യുള്ളൂ. ആൻഡ് ഇറ്റ് ക്യാൻ ഷെയർ അപ് ടു 720 kbps ഓഫ് കപ്പാസിറ്റി. അറ്റ് എ സെക്കൻഡ് 720 kbps ഡാറ്റ മാത്രമേ ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ ഷെയറിംഗ് ഉള്ളൂ. ചെറിയ ഡാറ്റ റേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആരും ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്യാത്തത്. വളരെ ചെറിയ ഡാറ്റ റേറ്റിലാണ് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇറ്റ് സപ്പോർട്ട് സ്മോൾ ഡാറ്റ റേറ്റ് 720 kbps ഓഫ് കപ്പാസിറ്റി. And the Bluetooth is intended to support an open-ended list of application. Open-ended mean ഒരു ഡിവൈസിന്, ഒരു ബ്ലൂടൂത്ത് ഡിവൈസിന് അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ബ്ലൂടൂത്ത് ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ മൊബൈൽ തന്നെ ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ ഒന്ന് സ്കാൻ ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഡിവൈസസ് അതിലേക്ക് ആഡ് ചെയ്യാം. ഓരോ ഡിവൈസസിലേക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ഷെയർ ചെയ്യാനും പറ്റും. ഓക്കെ, so Bluetooth is intended to support an open-ended list of applications including data, audio, graphics and even videos. ഡാറ്റാസ്, ഓഡിയോസ്, ഗ്രാഫിക്സ്, വീഡിയോസ് വരെ നമുക്ക് ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്ലൂടൂത്ത് അപ്ലിക്കേഷൻസ്. Bluetooth provides support for 3 general applications: data and voice access points, cable replacement, and ad hoc networking. ബ്ലൂടൂത്ത് അപ്ലിക്കേഷൻസ് ഒരു തവണ 6 മാർക്സിന് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. സോ മെയിൻ അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പക്ഷേ ഈ 3 പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. പ്ലസ് നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് കൂടെ അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഡാറ്റ ആൻഡ് വോയിസ് ആക്സസ് പോയിന്റ്സ്. റിയൽ ടൈം വോയിസ് ആൻഡ് ഡാറ്റ ട്രാൻസ്മിഷൻ. ലോ പവർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് ഏരിയയിൽ വയർലെസ് കണക്ഷൻ വഴി റിയൽ ടൈം വോയിസ് ആൻഡ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാവുന്നതാണ്. ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് വയർലെസ് ഹെഡ്സെറ്റ് വഴി കോൾസ് അറ്റൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ കാറിലാണെങ്കിൽ കോൾസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് റിയൽ ടൈം അപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് വൺ, കേബിൾ റീപ്ലേസ്മെൻറ്റ്. ഇറ്റ് എലിമിനേറ്റ് കേബിൾ അറ്റാച്ച്മെൻറ്റ്സ് ഫോർ കണക്ഷൻ. ബ്ലൂടൂത്ത് ടെക്നോളജി വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു മൊബൈലിൽ നിന്നും ഒരു മൊബൈലിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അതല്ലെങ്കിൽ ഒരു മൊബൈലിൽ നിന്ന് സിസ്റ്റത്തിലേക്ക്, പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്ക്, അതല്ലെങ്കിൽ ഒരു ഹോം സ്റ്റീരിയോ, അതല്ല MP3 പ്ലെയർ സിസ്റ്റം, അതിലേക്കെല്ലാം ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന കേബിളായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു
ഒരു ബ്ലൂടൂത്ത് ടെക്നോളജി ആണെങ്കിൽ മാക്സിമം അതൊരു 10 മീറ്റർ കവറേജ് ഏരിയ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് 10 മീറ്റർ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡിവൈസ് മറ്റൊരു ഡിവൈസിനോട് വിത്തിൻ 10 മീറ്ററിനകത്ത് ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ സെക്കൻഡ് ഡിവൈസ് തേർഡ് ഡിവൈസിനായിട്ട് ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ അനദർ ബ്ലൂടൂത്ത് കണക്ഷൻ സെറ്റപ്പ് ചെയ്യുന്നു. സോ ഇങ്ങനെ ബ്ലൂടൂത്ത് ടെക്നോളജി മാക്സിമം ഒരു 10 ഡിവൈസസിനെ കണക്ട് ചെയ്തുകൊണ്ട് 100 മീറ്റർ വരെ അപ് ടു 100 മീറ്റർ വരെ ഡാറ്റാസ് ട്രാൻസ്മിഷന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ MP3 പ്ലെയറിലെല്ലാം ബ്ലൂടൂത്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് വൺ അഡ്ഹോക് നെറ്റ്വർക്കിംഗ്. ബ്ലൂടൂത്ത് യൂസ് ചെയ്തുകൊണ്ട് ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ ഈസി ആയിട്ട് ഒരു ഡിവൈസിനെ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഈസി ആയിട്ട് ഒരു ടെമ്പററി നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യാം. എ ഡിവൈസ് എക്യുപ്ഡ് വിത്ത് എ ബ്ലൂടൂത്ത് റേഡിയോ ക്യാൻ എസ്റ്റാബ്ലിഷ് instant connection to another Bluetooth radio as soon as it comes into range. Okay, next one, Bluetooth protocol architecture. ഫോർത്ത് മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ബ്ലൂടൂത്ത് പ്രോട്ടോകോൾ ആർക്കിടെക്ചർ പഠിച്ചിരിക്കണം. കാരണം എല്ലാ ഇയറിലും essay സെക്ഷനിൽ ഈ ഒരു പ്രോട്ടോകോൾ ആർക്കിടെക്ചർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ബ്ലൂടൂത്ത് പ്രോട്ടോകോൾ ആർക്കിടെക്ചർ എന്ന് ചോദിക്കും, അതല്ലെങ്കിൽ ബ്ലൂടൂത്ത് പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് ചോദിക്കും. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സോ മസ്റ്റ് ആയിട്ടും ബ്ലൂടൂത്ത് സെക്ഷനിൽ ഈ ആർക്കിടെക്ചർ പഠിച്ചിരിക്കണം. ആർക്കിടെക്ചർ വരയ്ക്കാനും മെയിൻ പ്രോട്ടോകോൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചിരിക്കണം. ഓക്കെ, സോ ബ്ലൂടൂത്ത് പ്രോട്ടോകോൾ ആർക്കിടെക്ചറിൽ മെയിനായിട്ട് 4 പ്രോട്ടോകോൾസ് ഉണ്ട്. മെയിൻ പാർട്സ് എന്ന് പറയും, അല്ലെങ്കിൽ മെയിൻ 4 പ്രോട്ടോകോൾസ് എന്ന് പറയാം. കോർ പ്രോട്ടോകോൾസ്, കേബിൾ റീപ്ലേസ്മെൻറ്റ് പ്രോട്ടോകോൾ, ടെലിഫോണി കൺട്രോൾ പ്രോട്ടോകോൾസ് ആൻഡ് അഡോപ്റ്റഡ് പ്രോട്ടോകോൾസ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വൺ കോർ പ്രോട്ടോകോൾ. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് കോർ പ്രോട്ടോകോൾസ്. അതിൽ ഫസ്റ്റ് വൺ ബ്ലൂടൂത്ത് റേഡിയോ, ബേസ് ബാൻഡ്, ലിങ്ക് മാനേജർ പ്രോട്ടോകോൾ, ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആൻഡ് അഡാപ്ഷൻ പ്രോട്ടോകോൾ L2CAP ആൻഡ് SDP. ഈ 5 ലെയേഴ്സ് ആണുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ബ്ലൂടൂത്ത് റേഡിയോ. എയർ ഇൻ്റർഫേസ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷനാണ് ബ്ലൂടൂത്ത് റേഡിയോ. ഓക്കെ, എയർ ഇൻ്റർഫേസ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷന് ഏത് ഫ്രീക്വൻസി യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ ഏത് മോഡുലേഷൻ സ്കീം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ ഏതായിരിക്കണം, ഡിസൈഡ് ചെയ്യുന്നത് ഈ റേഡിയോ സെക്ഷനാണ്. ഓക്കെ, ബ്ലൂടൂത്ത് റേഡിയോ സെക്ഷനാണ്. നെക്സ്റ്റ് വൺ ബേസ് ബാൻഡ്. ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത് പൈക്കോനെറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു പൈക്കോനെറ്റിലെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ബേസ് ബാൻഡ് ലെയറിലാണ്. ഓക്കെ, അപ്പോൾ ബേസ് ബാൻഡ് ലെയറിൽ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുക, പാക്കറ്റ് ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യാം, അതുപോലെ ടൈമിംഗ് ഡിഫൈൻ ചെയ്യുക, സെക്ഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ബേസ് ബാൻഡ് ലെയറിലാണ്. ഓക്കെ, തേർഡ് വൺ ലിങ്ക് മാനേജർ പ്രോട്ടോകോൾ. രണ്ട് ബ്ലൂടൂത്ത് ഡിവൈസ് തമ്മിൽ ലിങ്ക് സെറ്റപ്പ് ചെയ്യുന്നത് ലിങ്ക് മാനേജർ പ്രോട്ടോകോൾ ലെയേഴ്സിലാണ്. ലിങ്ക് സെറ്റപ്പ് ചെയ്യുക മീൻസ് ഓതൻറ്റിക്കേഷൻ, ഡാറ്റ ട്രാൻസ്മിഷനിലെ എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, ദെൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ പാക്കറ്റിൻ്റെ സൈസ്, ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും ലിങ്ക് മാനേജർ പ്രോട്ടോകോൾ ലെയറാണ്. Bluetooth is defined as a layered protocol architecture consisting of core protocols, cable replacement protocols, telephony control protocols, and adopted protocols. In core protocol, first one, Bluetooth radio or radio. It specifies details of the air interface, including frequency, the use of frequency hopping, modulation scheme and transmit power. Second one, baseband. It concerned with connection establishment within a piconet, addressing, packet format, timing and power control. Third one, link manager protocol. It responsible for link setup between Bluetooth devices,
and ongoing link management. This include security aspects such as authentication and encryption, plus the control and negotiations of baseband packet sizes. And next one, logical link control and adaptation protocol, L2CAP. അപ്പർ ലെയറിനെ ബേസ് ബാൻഡ് ലെയറിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്ന സെക്ഷനാണ് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആൻഡ് അഡാപ്ഷൻ പ്രോട്ടോകോൾ. L2CAP ചില സിറ്റുവേഷനിൽ കണക്ഷൻ ലെസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യും, ചില സെക്ഷനിൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പർ ലെയേഴ്സിലെ പ്രോട്ടോകോൾസിനെ ബേസ് ബാൻഡ് ലെയേഴ്സിലേക്ക് അഡാപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ SDP, സർവീസ് ഡിസ്കവറി പ്രോട്ടോകോൾ. ഇപ്പോൾ രണ്ട് ബ്ലൂടൂത്ത് ഡിവൈസസ് തമ്മിൽ ലിങ്ക് സെറ്റപ്പ് ചെയ്യുന്ന സെക്ഷനാണ് ലിങ്ക് മാനേജർ പ്രോട്ടോകോൾ. SDP എന്ന് പറയുമ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സെക്ഷനാണ്. ഡിവൈസിലെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സർവീസസ് ഒക്കെ ചെയ്തുകൊണ്ട് സർവീസസ് അല്ലെങ്കിൽ സർവീസിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലെയറാണ് സർവീസ് ഡിസ്കവറി പ്രോട്ടോകോൾ. ഓക്കെ, SDP. സോ ഇതാണ് മെയിൻ കോർ പ്രോട്ടോകോൾസ്. Fourth one, logic link control and adaptation protocol. It adapts upper layer protocol to the baseband layer. L2CAP provide both connection and connectionless and connection oriented services. And last one, service discovery protocol, SDP. Device information, services and characteristics of service can be queried to enable the establishment of connection between two or more Bluetooth devices. This is 5 layers of core protocol. Okay. And the next one, cable replacement protocol. അതിൽ ഒരേ ഒരു ലെയർ ഉള്ളൂ, RF-COM. RF-COM mean radio frequency communication. Cable replacement protocol mean വിത്തൗട്ട് കേബിൾ റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. യൂസിങ് കേബിൾ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ സീരിയൽ പോർട്ട് വഴിയായിരിക്കും ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് കേബിൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുകയാണ്. റേഡിയോ ഫ്രീക്വൻസി RF-COM കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നത് EIA 232 എന്നൊരു കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. ഈ കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്തുകൊണ്ട് ബൈനറി ഡാറ്റേനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബേസ് ബാൻഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി യൂസ് ചെയ്തുകൊണ്ട് ബൈനറി ഡാറ്റ ഫോമിൽ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് കേബിൾ റീപ്ലേസ്മെൻറ്റ് പ്രോട്ടോകോൾ. ആൻഡ് ദ ഫോർത്ത് വൺ, അഡോപ്റ്റഡ് പ്രോട്ടോകോൾ. ബ്ലൂടൂത്ത് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസിൽ ചേഞ്ചസ് ഉണ്ടാവാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് ടെക്നോളജി ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള നെസസറി പ്രോട്ടോകോൾസ് മാത്രമായിരിക്കും അതിൻ്റെ ആർക്കിടെക്ചറിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. PPP ലെയർ, UDP, TCP, IP. ഓക്കെ, ഓൾറെഡി കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലും OSI, TCP/IP ലെയേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ള എന്താ PPP ലെയർ. PPP മീൻസ് പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. അതൊരു ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, IP എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, റൂട്ടിംഗ് സെക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡാറ്റ പാക്കറ്റ്സ് ഫോർമാറ്റിലായിരിക്കും ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. ദെൻ TCP, UDP എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോളാണ്. ഹോസ്റ്റ് ടു ഹോസ്റ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന transport layer. Okay, and next one, WAP, wireless application protocol and wireless application environment. WAP already second module പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ പ്രോട്ടോകോൾസ് എല്ലാം ബ്ലൂടൂത്ത് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Then next one, OBEX protocol. OBEX mean Object Exchange Protocol. ഈ ബ്ലൂടൂത്ത് ടെക്നോളജിയിലെ അപ്പർ ലെയേഴ്സിലെ ഡാറ്റാസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്യുന്ന ലെയറാണ് ഒബെക്സ് എന്ന് പറയുന്നത്. ഒന്നുകിൽ VCAD അല്ലെങ്കിൽ VCalendar മോഡലായിരിക്കും ആ ഡാറ്റാസ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകിൽ ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ TCP/IP, WAP
ഓക്കെ, വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ആ ഒരു സെക്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോട്ടോകോൾസ് ബേസ് ചെയ്തിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമൻറ്റ് സെക്ഷൻസ് യൂസ് ചെയ്തിട്ട് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാം. ഓക്കെ, ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ചിട്ട് അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസിലും ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോട്ടോകോൾസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് അഡോപ്റ്റഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, കേബിൾ റീപ്ലേസ്മെൻറ്റ് പ്രോട്ടോകോൾ. In Bluetooth protocol, only one cable replacement protocol, that is radio frequency communication, RFCOM. Okay, RFCOM is the cable replacement protocol included in the Bluetooth specification. RFCOM provides for binary data transport and emulates EIA 232 control signals over the Bluetooth baseband layer. RFCOM presents a virtual serial port that is designed to make replacement of cable technologies. Serial ports are one of the most common type of communications interfaces used with computing and communication devices. Hence, RFCOM enables the replacement of serial port cable with the minimum of modification of existing devices. Adopted protocol. The adopted protocols are defined in specification is issued by other standard making organization and incorporated into the overall Bluetooth architecture. First one, PPP, point to point protocol. It is an internet standard protocol for transporting IP datagrams over a point to point link. Okay, second one, TCP, UDP and IP. Next one, OBEX. The OBEX mean the Object Exchange Protocol is a session level protocol for the exchange of objects. It also provides a model for representing objects and operations. Examples of content format transferred by OBEX are vCard and vCalendar. And the last adopted protocol is Wireless Application Environment and Wireless Application Protocol. Okay, so this is Bluetooth Protocol Architecture. Okay, Bluetooth സെക്ഷനിൽ 2 ക്ലാസ്സേ ഉള്ളൂ. സോ ഫസ്റ്റ് ക്ലാസ്, ഈ ഒരു ക്ലാസ്സിൽ ബ്ലൂടൂത്ത് പ്രോട്ടോകോൾ ആർക്കിടെക്ചർ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ പൈക്കോനെറ്റ് ആൻഡ് സ്കാറ്റർ നെറ്റ് പഠിക്കുക. എപ്പോഴും എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതും പഠിച്ചിരിക്കണം. ഓക്കെ, so thank you.